മേഡം ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. വി കെ ഷോർട്ട് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ വിനോദ് കരമന്തല. കുറച്ച് പഴയ ചരിത്രം പറയാൻ പോകുന്നത് അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എൻ്റെ വീട് എനമോയിലാണ്. എനമോ വെങ്കടങ്ങ് പ്രോവിഡൻസ് എന്ന തിയേറ്റർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ പ്രോവിഡൻസിൻ്റെ ഓണർമാരെ തന്നെ തിയേറ്ററായിരുന്നു പാവർട്ടി ജെയ്സൺ തിയേറ്റർ. അതിന് അതുപോലെ തന്നെ പാങ്ങിലൊരു തിയേറ്ററാണ് നിഷി തിയേറ്റർ. അപ്പം ഞങ്ങൾ ചെറുപ്പകാലത്തൊക്കെ ഈ ഒരു 3 തിയേറ്ററുകളെ ബേസ് ചെയ്തിട്ടാണ് സിനിമകൾ കണ്ടിരുന്നത്. പിന്നെ കാഞ്ഞാണിയിലൊക്കെ തിയേറ്റർ ഉണ്ട്. പക്ഷേ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ തിയേറ്ററുകളായിരുന്നു. ഈ തിയേറ്ററുകളൊക്കെ കുറേ കാലത്തിന് ശേഷം വിടുത്തു പോയി. അപ്പോൾ ഒരുപാട് വർഷം, എനിക്കൊന്ന് 20 വർഷം, 20-25 വർഷത്തിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. അതിന് കൂടുതലായിട്ട് തിയേറ്ററുകളൊക്കെ ഇല്ലാതായിട്ട്. അതിനുശേഷം നമ്മുടെ ഈ ഏരിയയിൽ ഇപ്പോൾ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നില്ല. പിന്നെ ഗുരുവായൂർ പോകണം, അല്ലെങ്കിൽ തൃശ്ശൂരൊക്കെ പോകണം. അപ്പോൾ നമ്മുടെ പാവർട്ടിയിൽ VKG സിനിമാസ് എന്നുണ്ട് 2 സിനിമ തിയേറ്ററുകളാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ സിനിമ ലൂസിഫറിൻ്റെ ബാക്കി എമ്പുരാൻ റിലീസാവണം 27-ാം തീയതി. അപ്പോൾ ആ തിയേറ്ററിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പങ്കുവെക്കാം. പാവർട്ടി സെൻറ്ററിൽ ചാവറ ബിൽഡിങ് വന്നിട്ട് കുറച്ച് കാലങ്ങളായി. എല്ലാവർക്കും അറിയാം പാവർട്ടിയിൽ പുതിയ ബിൽഡിങ്. അപ്പോൾ ഞങ്ങളെ കോംപ്ലക്സിൻ്റെ ഞാനൊക്കെ നിൽക്കുന്ന കോംപ്ലക്സിൻ്റെ ഓപ്പോസിറ്റ് തൊട്ടടുത്ത് പള്ളിയുണ്ട്. ഈ ചവറ ബിൽഡിങ്ങിൽ 2nd ഫ്ലോറിലാണ് തിയേറ്റർ പ്രവർത്തിക്കുന്നത്. അടിയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു കുറവില്ല. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻട്രൻസ് ഏരിയ ആണ്. ഇവിടെ നല്ല ഫുഡ് കോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട്. ഒരു മാളിലൊക്കെ പോയി കഴിഞ്ഞുള്ള ആ ഒരു ഫീൽഡിലേക്ക് വർക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഒരു രസം തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീൻ നമ്പർ 1 ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലാണ് ഡോൾബി അറ്റ്മോസ് ഉള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം ഈ ഡോൾബി അറ്റ്മോസിൽ സിനിമ കാണാൻ ശ്രമിക്കുക. വളരെ നല്ല അനുഭവമായിരിക്കും ഈ ഡോൾബി അറ്റ്മോസ്. അപ്പോൾ നമ്മൾ ഈ ലോഗോ ഒക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി കിട്ടും. നല്ല അടിപൊളി ശബ്ദത്തിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്പീക്കേഴ്സ് ഉണ്ട് ഈ ഒരു തിയേറ്ററിൽ കേട്ടോ. ഡോൾബി അറ്റ്മോസിൻ്റെ ആ ഒരു സിസ്റ്റം അവിടുന്ന് ഇവിടുന്നൊക്കെ ശബ്ദം വരിക. നമുക്ക് ഈ ശബ്ദം ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അത് കാരണമാണ് മ്യൂട്ടാക്കിയിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ തിയേറ്റർ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പാവർട്ടിയിലെ 2 സ്ക്രീനുകളിൽ ഒരു സ്ക്രീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ക്രീൻ നമ്പർ 2 പോവാം. ഏകദേശം ഇതേ രീതിയിൽ തന്നെയാണ് അതും സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്ക്രീൻ നമ്പർ 2 നല്ല സാധാരണ ഇത്തരത്തിലുള്ള തിയേറ്റർ ഇങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇതിൽ 2 തിയേറ്ററിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി സീറ്റിംഗ് ആണ്. ഇത്ര വലിയ ആൾ മുന്നിൽ വന്നിട്ടുണ്ടാകും നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാനില്ല. അടിപൊളി സീറ്റിംഗ് ആണ്. നല്ല സീറ്റുകളാണ്, നല്ല കംഫർട്ടബിളായിട്ട് സീറ്റുമാണ്. അതുപോലെ തന്നെ ഈ സ്ക്രീൻ നമ്പർ 2 7.1 സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാവർട്ടിയിൽ നല്ല 2 തിയേറ്ററുകളുണ്ട്. ലോകോത്തര നിലവാരത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ VKG ഗ്രൂപ്പിനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ പാവർട്ടിയിൽ വരിക, പാവർട്ടിയിൽ നിന്ന് വിസിറ്റ് ചെയ്യുക, സിനിമ കണ്ട് ആസ്വദിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്